നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും MLA.com-ലേക്ക് സ്വാഗതം. MLA.com-ൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് വയനാട് മാനന്തവാടി നിയോജക മണ്ഡലത്തിലെ MLA ശ്രീമതി ഉഷ വിജയനാണ്. മാനന്തവാടിയിൽ നിന്ന് 10,000-ലധികം വോട്ടുകൾ നേടിയാണ് ഉഷ വിജയൻ കന്നി അംഗത്തിനായി നിയമസഭാ സാമാജികയായി നിയമസഭയിലേക്ക് എത്തുന്നത്. ധാരാളം സ്വപ്നങ്ങളുമായാണ്. മാനന്തവാടിക്ക് എന്തെല്ലാം ആവശ്യങ്ങളാണ് അതെല്ലാം മാനന്തവാടിയുടെ മനസ്സറിഞ്ഞ MLA ആണ് ശ്രീമതി ഉഷ വിജയൻ. നമുക്ക് ചോദിച്ചറിയാം എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് മനസ്സിലുള്ളത്, സ്വപ്ന പദ്ധതികൾ എന്തെല്ലാമാണ്, നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മാനന്തവാടിയുടെ മനസ്സറിഞ്ഞ ഒരു MLA ആണ്. അതുകൊണ്ടാണ് 10,000-ലധികം വോട്ടുകൾ നൽകി ജനങ്ങൾ വിജയിപ്പിച്ചത്. ഒരു പക്ഷേ OR കേളു വളരെയധികം ജനസമ്മതിയുള്ള നേതാവായിരുന്നു, വിജയിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. അതിനെയൊക്കെ തകിടം മറിച്ചാണ് ഉഷ വിജയൻ അവിടെ നിന്ന് വന്നിരിക്കുന്നത്. എന്താണ് ജനങ്ങളുടെ മനസ്സിൽ അവിടെ നിന്ന് പ്രവർത്തന സമയത്തൊക്കെ എന്താണ് ജനങ്ങൾക്ക് ആവശ്യം? അവിടെ ആദ്യമായിട്ടുള്ള പ്രശ്നം തന്നെ സ്ഥാനാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ മെഡിക്കൽ കോളേജിൻ്റെ ഒരു വിഷയമാണ്. അത് എതിരാളികൾ ചെറിയ തരത്തിൽ അതെന്നെ ഈ മെഡിക്കൽ കോളേജ് മാറ്റുമെന്ന് പറഞ്ഞ് അറ്റാക്കിങ് ഉണ്ടായിരുന്നു. ഭയങ്കര വിഷയമായിരുന്നു അത്. അതെന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജ് അല്ല, അത് ശരിക്കും വയനാട് ജില്ലാ പഞ്ചായത്തിൻ്റെ അതോറിറ്റിയിലുണ്ടായിരുന്ന മാനന്തവാടി ജില്ലാ ഹോസ്പിറ്റലായിരുന്നു അത്. അപ്പോൾ ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു അവിടെ. ഇന്ന് മുനിസിപ്പാലിറ്റിയാണ്, നേരത്തെ അത് പഞ്ചായത്തായിരുന്നു, മാനന്തവാടി പഞ്ചായത്ത്. അപ്പോൾ അവിടുത്തെ മാനന്തവാടി ജില്ലാ പഞ്ചായത്ത് അംഗവും പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിരുന്നു. ഇപ്പോഴാണത് മുനിസിപ്പാലിറ്റിയായി അവിടെ മെഡിക്കൽ കോളേജൊക്കെ ആയി മാറിയത്. മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ MLA ചെയ്തിട്ടുണ്ട്, ഇല്ലയെന്നൊന്നും പറയുന്നില്ല. പക്ഷെ മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള യാതൊരു സൗകര്യങ്ങളോ അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള സേവനങ്ങളൊന്നും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പരാതി. അത് പറയുമ്പോൾ തന്നെ വയനാട് ഇപ്പോൾ ഈ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായി, പ്രശ്നങ്ങളെല്ലാം ഉണ്ടായപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് അവിടെ ആശുപത്രിയില്ല എന്ന് തന്നെയാണ്. ഈ വയനാട് ഉരുൾപൊട്ടൽ സമയത്തൊക്കെ വിവിധ ജില്ലകളിലെ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ മാം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മെഡിക്കൽ കോളേജ് അത്യാവശ്യമാണ്. എന്താണ് അതിനുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും ഉദ്ദേശിക്കുന്നത്? മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന എല്ലാ ഫെസിലിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു അത്യാധുനിക രീതിയിലൊരു മെഡിക്കൽ കോളേജ് മാനന്തവാടിയിൽ കൊണ്ടുവരണമെന്നാണ് എൻ്റെ സ്വപ്നം. അത് അത് ആവശ്യമാണ് നമ്മുടെ മാനന്തവാടിയിൽ. കാരണം ഈ കഴിഞ്ഞ ദിവസം പോലും ഒരു വ്യക്തി ആക്സിഡൻ്റായിട്ട് അവസാനം മരിച്ചത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു മകളും കൂടിയാണ്. ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ ചികിത്സയിൽ അവർ രക്ഷപ്പെടുമായിരുന്നു. അവർ വന്നപ്പോഴത്തേക്കും അവർ മരിച്ചു എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ബേബി മെമ്മോറിയൽ കൊണ്ടുപോയി, പിന്നെ അനസ്തേഷ്യ വെച്ച് പിന്നെ അവർക്ക് ബോധം വന്നിട്ടില്ല. ഇവിടുന്ന് അത്രയും ദൂരം യാത്ര ചെയ്ത് പോയി കഴിഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ. അതുകൊണ്ട് തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. അപ്പോൾ ആശുപത്രിയുടെ ഒരു കേസല്ല അത് 100 കണക്കിന് കേസ് റെഫറൽ കേസായിട്ട് അവിടെ മെഡിക്കൽ കോളേജ് റെഫർ ചെയ്തിട്ട് പിന്നെ രക്ഷപ്പെട്ടവരുണ്ട്, രക്ഷപ്പെടാത്തവർ കൂടുതലും. അത്യാധുനിക സൗകര്യങ്ങൾ പ്രത്യേകിച്ച് വേണ്ടതാണ്. എങ്ങനെയാണ് ഇപ്പോൾ വയനാട് MP കൂടി കോൺഗ്രസ് നേതാവാകുമ്പോൾ, ലീഡറാകുമ്പോൾ ആ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ച് ഒരുവിധം ഫണ്ടെല്ലാം ആർജിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല? ഇത്ര പ്രവർത്തനം തീർച്ചയായിട്ടും കഴിയും. തീർച്ചയായിട്ടും ഇനിയിപ്പം MP-യും MLA-യും മന്ത്രിസഭയും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഈ സ്വപ്നം യാഥാർത്ഥ്യമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയം എനിക്കില്ല. പ്രാഥമിക വിദ്യാഭ്യാസം അടക്കം ധാരാളം ഇപ്പോൾ ട്രൈബൽസ്, SC ST കുട്ടികൾ, ട്രൈബൽസ് ഗോത്രവർഗ്ഗങ്ങൾ ധാരാളം ഉള്ള സ്ഥലമാണ് വയനാട് തന്നെ, പ്രത്യേകിച്ച് മാനന്തവാടി. അവർക്കൊക്കെ ഗോത്രവർഗ്ഗങ്ങൾക്കും മറ്റും എന്താണ് അവരുടെ വിദ്യാഭ്യാസത്തിനും മറ്റ് സൗകര്യങ്ങൾ? കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പട്ടികവർഗ്ഗക്കാരെ ഉള്ള ജില്ലയാണ് വയനാട്. അവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അടിസ്ഥാന സൗകര്യ പ്രശ്നം തന്നെയാണ്. ഇപ്പോഴും കുടിലുകളിലും അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ഒരുപാട് കുടുംബങ്ങളുണ്ട്.
പിന്നെ ഉള്ളവർ തന്നെ എന്താ പറയുക, അതൊരു വീട് ഉണ്ടെന്നല്ലാതെ മറ്റ് സൗകര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു വീട് എന്ന് പറയാനുണ്ട്. ഒരു പിന്നെ സർക്കാരിൻ്റെ 420 സ്ക്വയർ ഫീറ്റ് വീടാണ് എല്ലാവർക്കും. ഇപ്പം STക്കാണെങ്കിൽ ഉന്നതികളിലേക്ക് 6 ലക്ഷവും ജനറലാണെങ്കിൽ 4 ലക്ഷം രൂപയാണ് വീടിന് കൊടുക്കുന്നത്. അപ്പോൾ ഈ പട്ടികവർഗക്കാരിൽ ഏറ്റവും കൂടുതൽ പണിയാസുള്ള ആളുകൾ അതെ, സ്വന്തമായി അവർ വീട് വെക്കില്ല. ഒരു പൈസ നമ്മൾ വീടിന് പാസ്സാക്കിയാൽ അവർ സ്വന്തമായിട്ട് ചെയ്യില്ല, കരാറുകാരാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പല വീടുകളും 12 വർഷം ആകുന്നതിന് മുമ്പ് വാസയോഗ്യമല്ലാതായി തീരുന്ന ഒരു അവസ്ഥ വയനാട് ജില്ലയിൽ ഉടനീളമുണ്ട്. കരാറുകാര് പല ആളുകളും പല സ്റ്റേജിലെത്തി പൈസ വാങ്ങിയിട്ട് പിന്നെ അടുത്ത സ്റ്റേജിൽ ചെയ്യാതെ വരിക, പൂർത്തീകരിക്കാതെ വരിക, വയറിങ് പൂർത്തീകരിക്കാതിരിക്കുക, ടോയ്ലറ്റ് പൂർത്തീകരിക്കാതിരിക്കുക, ജനൽ വാതിൽ, അങ്ങനെ കുറേ വീടുകളുണ്ട്. സമയബന്ധിതമായിട്ട് പൂർണ്ണമായ ഒരു വീട്ടിലേക്ക് എത്തുന്നത് വളരെ കുറഞ്ഞ വീടുകളാണ്. പിന്നെ ഈ കുറിച്യ ഞങ്ങളുടെയൊക്കെ കാസ്റ്റിലുള്ള ആളുകളൊക്കെ സ്വന്തമായി വീട് പാസ്സാക്കിയാൽ കയ്യിൽ നിന്ന് എടുത്ത് ചെലവഴിച്ച് ചെയ്യുന്ന ആളുകളുണ്ട്. അത് കുറേ നാൾ ദീർഘകാലം നിലനിൽക്കുന്ന വീടുകൾ, നല്ല വീടുകളൊക്കെ ഒരുപാടുണ്ട്. പക്ഷേ ഈ ഒരു അടിയ പണിയ കാട്ടുനയക്ക അങ്ങനെയുള്ള വിവാഹങ്ങളുടെ കാര്യമാണ് വലിയ ദുരിതാവസ്ഥയിൽ. അതെ. ഓക്കെ. അപ്പം അവർക്കൊക്കെ വീടുകളടക്കം വിദ്യാഭ്യാസം എങ്ങനെയാണ് കുട്ടികൾക്ക്, പെൺകുട്ടികൾക്കും എല്ലാം ഒക്കെ ഭയങ്കര പ്രശ്നമാണ്. 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ 11ാം ക്ലാസ്സിലേക്ക് എത്തില്ല, പഠിത്തം നിർത്തുക, ചെറിയ പ്രായത്തിൽ കല്യാണം കഴിച്ചു പോവുക. കുടുംബങ്ങളിൽ എല്ലാവർക്കും തന്നെ എന്താ പറയുക, വിദ്യാഭ്യാസം ഉണ്ടാവണം, ആർക്കും തന്നെ വിദ്യാഭ്യാസം ഇല്ലാത്തൊരവസ്ഥ. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ 4ാം ക്ലാസ് വരെ ഇപ്പോഴും, അത് നമ്മൾ തീർച്ചയായിട്ടും 7ാം ക്ലാസ്സിലും പിന്നെ ഒരു UP സ്കൂളായിട്ട് ഉയർത്തി. കുറേ സ്ഥലങ്ങൾ അങ്ങനെയുണ്ട്. എന്നോട് തന്നെ ഈ MLA ആയിട്ട് മത്സരിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ഈ സ്കൂള് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകളുടെ ഉന്നമനത്തിനായി എന്തെല്ലാം മുന്നേറ്റമാണ് ഇപ്പോൾ നമുക്കറിയാം. മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഗൃഹനാഥന് ജോലിയില്ലാതെ അവർ കൂലിപ്പണി ചെയ്തായിരിക്കും കൊണ്ടുവരിക. അത് മാത്രം തികയില്ല, വീട്ടിലേക്ക് സ്ത്രീകൾക്കും കൂടി എന്തെങ്കിലും സൗകര്യങ്ങൾ ഒരുക്കിയാൽ, ജോലി സംബന്ധമായ എന്തെങ്കിലും കൈത്തൊഴിലോ മറ്റോ എന്തൊക്കെയാണ് സ്ത്രീ മുന്നേറ്റത്തിന് ചെയ്യാൻ ഉദ്ദേശിച്ചത്? ഇപ്പം ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് തൊഴിലുറപ്പ് പദ്ധതിയാണ്. പക്ഷെ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ അത് നല്ല ഒരു പിന്നെ സാമ്പത്തിക ഭദ്രത കൊടുക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയായിരുന്നു. പക്ഷേ ഇന്നത് വളരെ ഒരുപാട് നിയമങ്ങളും ഒക്കെ അടിച്ചേൽപ്പിച്ച് ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് അതിങ്ങനെ ഒരു താറുമാറായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി. കൂലിയൊക്കെ അത്യാവശ്യം അവർക്ക് കിട്ടുന്നുണ്ടെങ്കിലും ഇപ്പം 400-ന്റെ അടുത്തോളം കൂലി ലഭിക്കുന്നുണ്ട് പ്രതിദിവസം. പക്ഷെ അത് കൃത്യമായിട്ട് അത് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് തന്നെ വലിയ ഒരു സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ പറ്റുമായിരുന്നു. പിന്നെ ഒരുപാട് തൊഴിൽ മേഖലയുണ്ട്. കുടുംബശ്രീ പ്രസ്ഥാനം തന്നെ വലിയ തരത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അവരുടെ കയ്യിൽ ലോണ് കൊടുക്കുന്നു, അതുപോലെ തന്നെ വായ്പ എടുക്കുന്നു, കുറേ കാര്യങ്ങൾ അതിലൂടെ നടന്നു പോകുന്നുണ്ട്. പക്ഷെ എന്നാലും തൊഴിൽ എന്ന് പറയുന്ന ഒരു സംവിധാനം പലപ്പോഴും സ്ത്രീകളുടെ ഇടയിൽ ഇല്ല എന്നുള്ളത്. കുടുംബശ്രീ എത്രമാത്രം അവിടെ വിജയകരമാണ്? പിന്നെ എല്ലാവരും വിജയകരമായിട്ട് പോകുന്നതെന്ന് കരുതുന്നില്ല. കുറേ കുടുംബങ്ങളെങ്കിലും വരുമാനദായകമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെയൊക്കെ നാട്ടിൽ കുട നിർമ്മാണ യൂണിറ്റ്, ഫയൽ നിർമ്മാണം, അതുപോലെ തന്നെ ഈ പിന്നെ ക്യാരി ബാഗ്, അങ്ങനെയൊക്കെ ചെയ്തു പോകുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു മാർക്കറ്റിംഗ് ആണ് ഏറ്റവും വിഷയം. അത് എന്ത് ചെയ്താലും ഒരു മാർക്കറ്റിങ്ങിൻ്റെ പ്രശ്നം. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് മറ്റ് കമ്പനികളോട് കിടപിടിക്കുന്ന തരത്തിലുള്ള അട്രാക്റ്റീവായിട്ടുള്ള ഒരു സംവിധാനത്തിലേക്ക് വരണം. എന്നാൽ മാത്രമാണ് അത് മാർക്കറ്റിങ്ങിലേക്ക്. അതെ അതെ, ഏറ്റവും കൂടുതൽ കർഷകരുള്ളവരാണ് അല്ലേ? ശരിക്കും വരുമാനം കാർഷിക വൃത്തിയിൽ നിന്നാണ്. കർഷകരാണ്. അതിലുപരി കർഷകർക്ക് വേണ്ട സഹായങ്ങൾ എത്തിക്കാനും, പിന്നെ ഈ പ്രകൃതി ദുരന്തങ്ങൾ, ഈ പറഞ്ഞ പോലെ ഉരുൾപൊട്ടൽ, കാറ്റ്, മഴ, ഇതിനൊക്കെ അതിജീവിക്കണം. കർഷകർക്ക് എന്തൊക്കെയാണ്? ഒപ്പം ഈ വന്യമൃഗ ശല്യങ്ങളുണ്ട്, അതെല്ലാം വന്ന് കാർഷിക മേഖല മുഴുവൻ നശിപ്പിക്കുകയാണ്. ഇതിനൊക്കെ കർഷകർക്ക് എന്തെല്ലാം
ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? കാർഷിക മേഖല നല്ല പ്രശ്നങ്ങളുണ്ട്. കാരണം ഞാനും ഒരു കർഷക കുടുംബത്തിലുള്ള ആളാണ്. ഇപ്പം നെൽകൃഷിയൊക്കെ ഇപ്പം 1/3 ചുരുങ്ങിയിട്ടുണ്ട് വയനാട് ജില്ലയിൽ. വയനാടിൻ്റെ പേര് തന്നെ വയൽനാട് എന്നുള്ള ഇതിൽ നിന്ന് ലോപിച്ചുണ്ടായെന്നാണ് പറയുന്നത് കേട്ടത്. പക്ഷെ ആ വയലുകളെല്ലാം ഇപ്പോൾ എന്താ പറയുക അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. നെൽകൃഷി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നാണ്യവിളകൾ എന്ന് പറയുന്നത് നമുക്കറിയാലോ, വാഴകൃഷിയാണ്. വാഴകൃഷി എന്ന് പറഞ്ഞാൽ അതൊരു ലോട്ടറി പോലെയാണ്. അവസാനം വാഴക്കൊല കൊത്തുമ്പോൾ വിലയുണ്ടെങ്കിൽ കിട്ടി, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കാറ്റിലും മഴ നശിച്ചും പോകും. അതിൻ്റെ നഷ്ടം കൊണ്ട് ആത്മഹത്യ വരെ ചെയ്ത കുടുംബങ്ങളുണ്ട്. ഒരുപാട് കുടുംബങ്ങൾ അങ്ങനെയുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ ഒരു നഷ്ടപരിഹാരമായിട്ട് പിന്നെ സർക്കാർ അത് കൊടുക്കണം, നിർബന്ധമായിട്ട് അത് കൊടുക്കണം. അതുപോലെ തന്നെ വന്യമൃഗ ശല്യങ്ങൾ നശിപ്പിച്ചിട്ടുള്ള കാർഷിക മേഖല പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കണം. അപ്പോൾ ഇതൊന്നും കർഷകർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം നെൽകൃഷി തന്നെ ഞങ്ങൾക്കറിയാം, ഒരു വർഷം നെൽകൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂലിച്ചെലവ് എന്ന് പറഞ്ഞാൽ ഭാരിച്ചതാണ്. അതൊരു സാധാരണ കുടുംബങ്ങൾക്ക് ഈ കൂലിച്ചെലവ് അതുകൊണ്ട് തന്നെയാണ് കർഷകർ പിന്തിരിയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് തരിശായിട്ട് ഭൂമി കിടക്കുന്നുണ്ട്. അതൊന്നും എന്താ പറയുക ഉപയോഗപ്രദമാക്കുന്നില്ല. ഈ ഭാരിച്ച കൂലിച്ചെലവായതുകൊണ്ട് സാധാരണക്കാർക്ക് അത് താങ്ങാവുന്നതല്ല. വലിയ തുക കൂലി കൊടുത്ത് നെല്ലിറക്കി അത് എന്താ പറയുക ലാഭത്തിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടാണ്. അതുപോലെ തന്നെയാണ് ഈ വാഴകൃഷി നശിച്ചു പോയാൽ ഈ കഴിഞ്ഞ ദിവസം പോലും ഈ വേനൽ മഴയ്ക്ക് ഒരുപാട് വാഴ പോയ ആളുകളുണ്ട് വയനാട്ടിൽ. പൈസ പോയി, അവരുടെ അധ്വാനം പോയി, അവർക്ക് ആ നഷ്ടപരിഹാരം കിട്ടുന്നില്ല. അതൊക്കെ വലിയ പ്രശ്നമാണ്. അപ്പം സമയബന്ധിതമായിട്ട് ഈ നഷ്ടങ്ങൾ ഇപ്പം ഈ പ്രാവശ്യം വാഴ പോയിട്ട് അടുത്ത പ്രാവശ്യം കിട്ടിയിട്ട് കാര്യമില്ല. ഈ പ്രാവശ്യം ഒരു പിന്നെ കാലവർഷക്കെടുതിയിൽ വാഴ നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ സാമ്പത്തിക വർഷം തന്നെ അവർക്ക് ആനുകൂല്യങ്ങൾ അത് കിട്ടാനുള്ള കാര്യങ്ങൾ ഇതൊക്കെ കിട്ടാൻ നേടിയെടുക്കാൻ വേണ്ടി MLA എന്നുള്ള രീതിയിൽ നല്ല പ്രവർത്തനം തീർച്ചയായിട്ടും. കാരണം ഞങ്ങൾ ഈ വാഴയും നെല്ലൊക്കെ ചെയ്യുന്ന ആളുകളാണ്. ഇതിനു മുമ്പ് ഞങ്ങൾക്ക് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നഷ്ടങ്ങൾ അനുഭവിക്കുന്ന ആളാണ്. ആ ഒരു പ്രശ്നം എനിക്ക് എന്തായാലും മറ്റു കർഷകരുടെ പ്രശ്നം എനിക്ക് മനസ്സിലാവുമല്ലോ. അതുകൊണ്ടാണ് ഞാനത് അത്രയും കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തും അല്ലേ, അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തി അത് തീർച്ചയായിട്ടും. പിന്നെ വ്യാവസായികമായി അല്ലെ ഇൻഡസ്ട്രിയൽ ഏരിയ ഒന്നും അല്ല എങ്കിലും വ്യവസായങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ, കാരണം കുറേ വ്യവസായ യൂണിറ്റുകളെ കൊണ്ടുവന്നാൽ കുറേ പേർക്ക് യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കാം, സ്ത്രീകൾക്ക് തൊഴിൽ കൊടുക്കാം. അങ്ങനെ വ്യവസായികപരമായി ഇപ്പം മാനന്തവാടി ടൗണ് തന്നെ ഈ എന്താ പറയുക പാർക്കിംഗ് ഏരിയയില്ലാത്ത വലിയ പ്രശ്നങ്ങൾ വ്യവസായ മേഖലയിൽ ആളുകൾ അനുഭവിക്കുന്നുണ്ട്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാം, അതിന് കുഴപ്പമില്ല. എന്തായാലും നമുക്കതിനുള്ള വ്യവസായ വകുപ്പിൽ നിന്നുള്ള ലോണുകളും സബ്സിഡികളൊക്കെ ലഭിക്കുന്നുണ്ട്. അങ്ങനെ തുടങ്ങാൻ തയ്യാറുള്ള ആളുകൾ വന്നാൽ തീർച്ചയായിട്ടും അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കും. MLA എന്ന നിലയിൽ തീർച്ചയായിട്ടും അത് ആവശ്യമാണല്ലോ. ജനങ്ങളുടെ ആവശ്യങ്ങളും കൂടി വരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആവശ്യങ്ങൾ കൂടും. അതിനനുസരിച്ചുള്ള സംരംഭങ്ങളും കൂലിയും അതുപോലെ തന്നെ ജോലിയും ഒക്കെ ആവശ്യമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ യുവാക്കളെ നോക്കിയാൽ നമ്മുടെ നാട്ടിലില്ല, എല്ലാവരും വിദേശത്താണ് ജോലി ചെയ്യുന്നത്. സർക്കാരിൻ്റെ സ്വപ്നമാണ് യുവാക്കൾക്ക് ഇവിടെ തന്നെ ജോലി കൊടുക്കണം. തീർച്ചയായിട്ടും അതിനൊക്കെ സർക്കാർ പിന്നെ തീരുമാനം എടുക്കുമ്പോഴും അതിൻ്റെ കൂടെ നിന്ന് നമ്മൾ അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യും. ഉറപ്പായിട്ടും നമ്മൾ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്യും. ആവശ്യമാണ് നമ്മൾ യുവാക്കൾക്ക് ജോലി, സ്ത്രീകൾക്ക് ജോലി, സ്വന്തം കാലിൽ നിൽക്കാനും അവരുടെ പിന്നെ സാമ്പത്തികം ഉറപ്പുവരുത്താനും ഒക്കെ തീർച്ചയായിട്ടും അതൊക്കെ നമ്മുടെ സ്വപ്നമാണ്. ഇവിടെ നിൽക്കുന്ന പിന്നെ യുവാക്കളും യുവതികളും ഇവിടെ തന്നെ നിന്ന് ജോലി ചെയ്ത് അവർക്ക് ആവശ്യമായ കൂലിയും ജോലിയും നൽകുക എന്നുള്ളത് നമ്മുടെ സ്വപ്നമാണ്. ഈ വിദ്യാഭ്യാസ രംഗത്ത് പറഞ്ഞപ്പോൾ മികച്ച സ്കൂളുകളുണ്ടോ അവിടെ? ഇപ്പോൾ കഴിഞ്ഞ സർക്കാർ പറയുകയുണ്ടായി എല്ലാ സ്കൂളുകളും ഹൈടെക് ആക്കിയിട്ടുണ്ട്, ചോർന്നൊലിക്കുന്ന ഒരു സ്കൂൾ പോലും ഇല്ല. മഴ പെയ്താൽ പണ്ടൊക്കെ സ്കൂളുകൾ മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന സ്കൂളുകളായിരുന്നു. അങ്ങനെ അവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മാനന്തവാടിയിൽ എങ്ങനെയാണ്? അവിടെ മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന സ്കൂളുകളില്ല എന്നാണോ? കഴിഞ്ഞ സർക്കാർ എങ്ങനെയാണ് വിദ്യാഭ്യാസ സ്കൂളുകളൊന്നും ആയിട്ടില്ല. ഇപ്പം ത്രിതല പഞ്ചായത്തുകളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഇപ്പോൾ LP സ്കൂളും UP സ്കൂളൊക്കെ, ജില്ലാ പഞ്ചായത്ത് ആണെങ്കിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലാണ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഒക്കെ. അവരൊക്കെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ സർക്കാരിൻ്റെ ഫണ്ടും. ഇതൊക്കെ കാലാകാലങ്ങളിൽ വരുന്ന മാറ്റങ്ങളാണ്. ഹൈടെക് ക്ലാസ് മുറികളായിട്ട് മാറ്റി പിന്നെ എന്താ പറയുക ഇത് പ്രൈവറ്റ് സ്കൂൾ പോലെയൊക്കെ ആക്കി
അവരെ കുട്ടികളെ ഗവൺമെൻറ് സ്കൂളിലേക്ക് ആകർഷിക്കുന്ന തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാലത് പൂർണ്ണതയിൽ നമുക്ക് എത്തിക്കാൻ കഴിയുന്നുള്ളതല്ല, എല്ലാം പൂർണ്ണമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നല്ല. എന്നാലും കുറേ കാര്യങ്ങൾ ഇനി ചെയ്യാനുണ്ട്. മാനന്തവാടിയിൽ ഒരുപാട് സ്കൂളുകൾ, കുട്ടികൾക്ക് ഹയർ എഡ്യൂക്കേഷനുള്ള കോളേജുകളും മറ്റും ഉണ്ടോ അവിടെ? അവിടെ പിന്നെ ഇപ്പം നമ്മൾ പിന്നെ എന്താ പറയുക, പട്ടികവർഗക്കാർക്കൊരു പിന്നെ യൂണിവേഴ്സിറ്റി എന്ന തരത്തിലേക്ക് ആലോചിക്കുന്നുണ്ട്. അതെന്തായാലും പിന്നെ നമ്മുടെ പിന്നെ CM അതിന് വേണ്ടിയിട്ട് മുൻകൈ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ സംസാരിച്ചിരുന്നു കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് മെഡിക്കൽ കോളേജിനെ കുറിച്ചും മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ. അപ്പോൾ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഓരോ വർഷം നമുക്ക് സ്കൂളുകളൊക്കെ ഇനി നമ്മൾ ഏതൊക്കെയാണ് പിന്നെ ആവശ്യമായിട്ടുള്ള പിന്നെ സൗകര്യങ്ങളൊക്കെ വേണ്ടുന്ന സ്കൂളുകൾ കണ്ടെത്തണം. ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ട്. അതൊക്കെ കണ്ടെത്തി നമുക്കെല്ലാം പരിഹരിക്കണം. ജനപ്രതിനിധിയാണ്, ഒപ്പം പഞ്ചായത്തിലും ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ള പരിചയമുണ്ട്. പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. ജനങ്ങൾക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ എന്താണ് പെട്ടെന്ന് നടപ്പിലാക്കണം എന്ന് തോന്നിയിട്ടുള്ളത് എന്താണ്? അത് മെഡിക്കൽ കോളേജ് തന്നെയാണ്. അവിടെ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് മെഡിക്കൽ കോളേജും ആവശ്യമായ ഡോക്ടറുമാണ്. അത് CM ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ ആ വയനാട് ജില്ലയിൽ മെഡിക്കൽ കോളേജ് ഇല്ലല്ലോ, മുൻപേ ഇല്ല. അപ്പോഴാണ് നമ്മൾ മാനന്തവാടിയിൽ മെഡിക്കൽ കോളേജ് ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ ആവശ്യമായുള്ള സൗകര്യങ്ങളില്ല. എന്നോട് പല സ്ഥലങ്ങളിലും പല ആളുകളും ഇലക്ഷന് പോയപ്പോൾ നിങ്ങൾ വേറൊന്നും ചെയ്തില്ലെങ്കിലും മെഡിക്കൽ കോളേജിലുള്ള സൗകര്യം മാത്രം ചെയ്തു തന്നാൽ മതി. പിന്നെ അവിടെ ആരോഗ്യരംഗത്ത് അതെ കാർഡിയോളജിസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള വലിയ പ്രശ്നമുണ്ട്. കാരണം ഈ ഒരാൾ ഒരു അറ്റാക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നാൽ അടുത്ത ചൊവ്വാഴ്ച വരണമെന്ന് പറയുന്നതാണ് നിലവിലുള്ളൊരവസ്ഥ. ഈ ചൊവ്വാഴ്ച വന്നിട്ട് ഇനി അടുത്ത ചൊവ്വാഴ്ച ഡോക്ടറുള്ളൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക്. ശരിക്കും ഇപ്പോഴത്തെ ഒരു യുഗത്തിൽ നമ്മുടെ ഫുഡ് ഹാബിറ്റൊക്കെ വ്യത്യാസം വരിക, നമുക്ക് അസുഖങ്ങൾ കൂടുതൽ വരികയാണ്. പെട്ടെന്ന് അറ്റാക്കും ഒക്കെ വരാനുള്ള സാധ്യത ജനങ്ങൾ പേടിച്ചാണ് കഴിയുന്നത് അല്ലേ? അപ്പോൾ അതിനൊക്കെ മാറ്റം വരുന്ന പ്രതീക്ഷയാണ്. എങ്ങനെയാണ് ഈ സർക്കാരുള്ള പ്രതീക്ഷ? എങ്ങനെയാണ്? അതായത് എങ്ങനെയാണ് ഒരു VD സർക്കാർ അധികാരത്തിൽ വന്നേക്കാണ്, UDF സർക്കാർ. എന്താണ് ഈ എല്ലാ യുവപ്രതിഭകളൊക്കെ ഉണ്ട്, യുവാക്കൾക്ക് ധാരാളം ചാൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് ഒരു വിശ്വസിക്കുന്നത് മുന്നിട്ടിറങ്ങാൻ പറ്റും? ഈ പിന്നെ 5 ഗ്യാരണ്ടി ഇല്ലേ, അതെന്തായാലും നമ്മൾ നടപ്പിലാക്കും. 5 ഗ്യാരണ്ടി എന്തായാലും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ സ്വപ്നം കാണുന്ന പല പദ്ധതികളും നമ്മുടെ കേരളത്തിൽ തന്നെ നടപ്പിലാക്കാനും എൻ്റെ മണ്ഡലത്തിൽ ഞാൻ കാണുന്ന സ്വപ്നങ്ങളൊക്കെ തീർച്ചയായിട്ടും യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്ന ഒരു പിന്നെ ഭരണ സംവിധാനമാണിപ്പം നിലവിൽ വന്നിട്ടുള്ളത്. വളരെ കഴിവുറ്റ വളരെ എന്താ പറയുക സീനിയറായിട്ടുള്ള ആളുകളൊക്കെയാണ് മിനിസ്റ്ററായിട്ടുള്ളത്. പ്രത്യേകിച്ച് ഞങ്ങളുടെ CM വളരെ എന്താ പറയുക ദീർഘവീക്ഷണമുള്ള ആക്റ്റീവായിട്ടുള്ള ദീർഘവീക്ഷണമുള്ള സാമ്പത്തിക പിന്നെ ശാസ്ത്രമൊക്കെ പഠിച്ചിട്ടുള്ള ധനവകുപ്പ് തന്നെ അദ്ദേഹത്തിന്റെ കയ്യിലാണല്ലോ. അതുകൊണ്ട് ഫണ്ടൊക്കെ കിട്ടുന്ന ഉറപ്പാണ്. സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പോലെ അദ്ദേഹത്തിന് അത് ചെയ്യാൻ കഴിയും. എന്തായാലും ഞങ്ങൾ പ്രതീക്ഷയ്ക്കൊത്ത് പിന്നെ ഉയരാനും പ്രവർത്തിക്കാനും കൂടെ നിൽക്കാനും നമ്മുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനും ഒക്കെ അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ടാവും. അങ്ങനൊരു ഭരണ സംവിധാനം കേരളത്തിൽ ടീം UDF ആയിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ അഭിമാനത്തിലും സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും. അതിലൊരു പ്രതീക്ഷയുണ്ട്, ഭയങ്കര പ്രതീക്ഷയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫണ്ട് കിട്ടും, നമ്മുടെ ആളുകൾ തന്നെയാണല്ലോ എന്നൊരു പ്രതീക്ഷയുണ്ട്. അദ്ദേഹത്തിനെ കാണാൻ പോയപ്പോൾ തന്നെ എന്നോട് ഇങ്ങോട്ട് എടുത്ത് പറഞ്ഞാണ് പിന്നെ ഫസ്റ്റ് പ്രയോറിറ്റി മെഡിക്കൽ കോളേജാണ്. അവർ ഉറപ്പ് കൂടി നൽകി. ഉറപ്പായിട്ടും. അപ്പോൾ അതൊരു പ്രതീക്ഷയുണ്ട് ശരിക്കും. ഇപ്പോൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ MP നമ്മുടെ UDF MP ആണ് പ്രിയങ്ക ഗാന്ധി. അപ്പോൾ നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് നേടിയെടുക്കാൻ ഇപ്പോൾ ഡയറക്റ്റ് ഇവിടെ നിന്ന് നീങ്ങിയാലോ സാധ്യമല്ല. പക്ഷേ കേന്ദ്രത്തിലുള്ള ഒരാളെന്നുള്ള നിലയിൽ MP ആയി വരുമ്പോൾ കേന്ദ്രത്തിൻ്റെ ഫണ്ട് നേടിയെടുക്കാൻ, പ്രത്യേകിച്ച് ഗോത്രവർഗ മേഖലയിൽ ഒക്കെ SC/STക്കൊക്കെ വാരിക്കോരി കൊടുക്കുന്ന ദളിതർക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ധാരാളം ഫണ്ടുകളുണ്ട്. അതെല്ലാം എത്തിക്കാൻ വേണ്ടി എന്തെല്ലാം പ്രവർത്തനങ്ങൾ MP-യുടെ ഭാഗത്ത് നിന്ന് നടത്തി ക്രോഡീകരിച്ചെടുക്കും? തീർച്ചയായിട്ടും. കാരണം MP ഇപ്പോൾ
രാഹുൽ ഗാന്ധി 2 തവണ മത്സരിച്ചു. അപ്പം പ്രിയങ്ക ഗാന്ധി വന്നു. അപ്പം നമ്മളെ സംബന്ധിച്ച് മാനന്തവാടിയിൽ ഇതിനു മുമ്പ് 2 പിന്നെ തട്ടിലായിരുന്നല്ലോ, MP UDFൻ്റെയും MLA മന്ത്രി, അങ്ങനെ ഒരു അപ്പൊ നമുക്ക് നേടിയെടുക്കാൻ ബുദ്ധിമുട്ട് വരും. ഇപ്പൊ അങ്ങനെ ഒന്നും തടസ്സമില്ല, ഒരു തടസ്സമില്ല. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പിന്നെ ഇപ്പം മാനന്തവാടിയിൽ മുനിസിപ്പാലിറ്റിയും 6 പഞ്ചായത്തുമാണ്. 6 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയും, അങ്ങനെ 7. അതിലൊരു പഞ്ചായത്ത് മാത്രമേ UDF ഇല്ലാത്തുള്ളൂ, അത് തിരുനെല്ലി പഞ്ചായത്താണ്. ബാക്കി 5 പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും UDF കയ്യിലാണ്. ജില്ലാ പഞ്ചായത്തും UDF കയ്യിൽ, ബ്ലോക്ക് പഞ്ചായത്ത് UDF കയ്യിൽ, ഭരണ സംവിധാനം എല്ലാം ഉള്ളതുകൊണ്ട് ഇതെല്ലാം എന്താ പറയുക, ഒറ്റക്കെട്ടായി നിന്ന് നമ്മുടെ മാനന്തവാടിയിൽ വികസനങ്ങൾ നടത്താൻ ഞങ്ങൾക്ക് ഒരു പ്രയാസമില്ല. തീർച്ചയായിട്ടും 5 വർഷം കഴിയുമ്പോൾ ഇതേ രീതിയിൽ തന്നെ മാനന്തവാടി നിലനിർത്താൻ ഞങ്ങൾക്ക് പറ്റും. അടുത്ത വർഷം തിരുനെല്ലി ഞങ്ങൾ പിടിച്ചെടുക്കാനുള്ള ശ്രമം കൂടി നടത്തും. ഈ തിരുനെല്ലിയൊക്കെ ടൂറിസ്റ്റ് കേന്ദ്രമാണ്. രാഹുൽ ഗാന്ധി അടക്കം രാജീവ് ഗാന്ധിയുടെ ഭസ്മം നിമഞ്ജനം ചെയ്തത് തിരുനെല്ലിയിലാണ്, വയനാട് തിരുനെല്ലിയിലാണ്. അപ്പൊ അതൊക്കെ അതുകൊണ്ടാണ് ഞാൻ മുൻപ് പറഞ്ഞത്, ടൂറിസ്റ്റുകൾ ധാരാളം അവിടെ വന്ന് പോകുന്നുണ്ട്. കാലാവസ്ഥ പിന്നെ അവിടെ പിന്നെ ഈ പാർക്കിംഗ് ഏരിയ ഇവിടെ പ്രശ്നമുണ്ട് തിരുനെല്ലിയിൽ. കാരണം നമ്മുടെ ലോകത്തിൻ്റെ തന്നെ പല ഭാഗങ്ങളിൽ നിന്നും പിന്നെ ആളുകൾ വരുന്ന സ്ഥലമാണ്. അതെ. അപ്പോൾ അവിടെ ഈ പിന്നെ ടൂറിസ്റ്റുകളും വരുന്നുണ്ട്, അല്ലാതെ തന്നെ ഈ എന്താ പറയുക, ഈ വാവ് ബലി ആ സമയം തർപ്പണം നടത്തുന്ന പിന്നെ ആളുകൾ വരുന്നത് തന്നെ വലിയ ആൾക്കൂട്ടാണ് അവിടെ കുറേ ദിവസങ്ങളിലായിട്ട്. അപ്പോൾ അവർക്ക് വാഹനമില്ലാത്ത ആളുകൾ ആരുമില്ല, എല്ലാവരും സ്വന്തമായിട്ട് വാഹനം എടുത്താണ് വരുന്നത്. അതുപോലെ ആ സമയത്ത് ടൂറിസ്റ്റുകളും. അപ്പോൾ അവർക്ക് പാർക്കിംഗ് ഏരിയയെക്കുറിച്ച് അവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്, സ്ഥലമുണ്ട്. അപ്പോൾ അത് CM സംസാരിക്കണം. അവിടെ പിന്നെ അത് ടൂറിസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതായതുകൊണ്ട് ടൂറിസം ഫണ്ടും ഒക്കെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഇപ്പം MLA എന്നുള്ള നിലയിൽ പ്രിയങ്ക ഗാന്ധിയൊക്കെ ആയിട്ട് സംസാരിക്കാറുണ്ടോ? അങ്ങനെ ഫണ്ട് വാങ്ങിയെടുക്കാനുള്ള പദ്ധതികൾ കേന്ദ്രത്തിൽ നിന്ന് ഉദ്ദേശിക്കുന്നുണ്ടോ? അങ്ങനെ ചെയ്യാറുണ്ടോ? എന്തൊക്കെ ആവശ്യങ്ങൾ എന്നുള്ളത് അവരോട് പറയാനാണ്. പിന്നെ മാനന്തവാടിയിൽ ഇലക്ഷൻ സമയത്ത് വന്നിരുന്നു പ്രിയങ്ക ഗാന്ധി. വെള്ളമുണ്ട പഞ്ചായത്തിലാണ് ഇലക്ഷൻ പ്രചരണ പരിപാടിയിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ ഒരു 4 കിലോമീറ്റർ ഞാൻ ഒരുമിച്ച് യാത്ര ചെയ്തിരുന്നു. അപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടോ ഞാനോട് ചോദിച്ചിരുന്നു. അപ്പം ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ്, മെഡിക്കൽ കോളേജിൻ്റെ പ്രശ്നവും പട്ടികവർഗ ഉന്നതിയിലുള്ള പ്രശ്നം, വന്യമൃഗ സംഘർഷവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ, ഈ 4 തന്നെയാണ് ഞാൻ ഇലക്ഷന് പിന്നെ എടുത്തു പറഞ്ഞതും. ആ 4 മാനന്തവാടിയിൽ പിന്നെ ഫണ്ടുകൾ തന്ന് സഹായിക്കാനൊക്കെ ഞാൻ ഇപ്പോൾ സംസാരിച്ചിരുന്നു. അപ്പോൾ അവർക്ക് മാനന്തവാടിയിൽ MLA ജയിച്ചു വന്നാൽ തീർച്ചയായിട്ടും വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട്, ഉറപ്പ് തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്വപ്ന പദ്ധതികൾ എന്തെങ്കിലും മനസ്സിൽ പൂർത്തിയാവുന്ന സ്ത്രീകൾക്കോ യുവജനങ്ങൾക്കോ വാർദ്ധക്യമുള്ള ആളുകൾ ധാരാളമുണ്ട്, വയോജനങ്ങൾ, അവർക്കൊക്കെ സ്വപ്ന പദ്ധതികൾ മനസ്സിലുണ്ട്. ഇതൊക്കെ പ്രഖ്യാപിച്ചാലും ഇവരുടെ കരങ്ങളിലേക്ക് എത്തുന്നുണ്ടോ എന്ന് അറിയണ്ടേ? ഇതൊക്കെ പ്രഖ്യാപിച്ചു, നമ്മൾ നടപ്പാക്കുന്നു. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം, നമ്മൾ എന്തെങ്കിലും പദ്ധതി പ്രഖ്യാപിച്ചു, അല്ലെങ്കിൽ അവർക്കൊരു സഹായം നൽകാനുള്ള പദ്ധതി പ്രഖ്യാപിച്ചു, അവർക്കത് കിട്ടാൻ വേണ്ടിയിട്ട് എവിടെ അവർ ലോൺ അപ്ലൈ ചെയ്യണം, എങ്ങനെയാണ് അവരത് നീങ്ങേണ്ടത്, ആ രീതിയിൽ അവരിലേക്ക് എത്തിക്കാൻ എന്താണ് സംവിധാനം? നമുക്ക് നല്ല അതിനുള്ള ചാനലാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞത്. പഞ്ചായത്ത് മുതൽ ജില്ലാ പഞ്ചായത്ത് വരെയുള്ള മെമ്പർമാർ സജീവമായ രംഗത്തുണ്ട്. അത് നമുക്ക് അവരുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ പോകുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യാൻ ചെയ്താൽ മതി. നമുക്ക് ആ മെമ്പേഴ്സിനെ വിളിച്ചിട്ട് നമ്മൾ നടപ്പിലാക്കുന്ന പദ്ധതി ജനങ്ങൾ താഴെത്തട്ടിലെ ആളുകൾക്ക് എത്തുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് തീർച്ചയായിട്ടും പറ്റും. വേറൊരു സംവിധാനം വേണ്ട. ഈ ഒരു ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ ആശാ വർക്കർമാരുണ്ട്, അംഗൻവാടി വർക്കേഴ്സ് ഉണ്ട്, പ്രൊമോട്ടേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്പർമാർ, എന്തെല്ലാം സംവിധാനങ്ങളുണ്ട് ഇപ്പം ജനങ്ങളിലേക്ക്. എല്ലാവർക്കും പൈസ കൂട്ടിക്കൊണ്ട് ആക്റ്റീവായിട്ട് രംഗത്തുണ്ടാവും. അവർക്കൊക്കെ പൈസ യഥാസമയം കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ സംവിധാനങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നപ്പോൾ നമ്മുടെ പദ്ധതികളിലൊക്കെ പങ്കാളിത്തം ഇവരൊക്കെ തന്നെയാണ്. അംഗൻവാടി വർക്കേഴ്സും ആശാ വർക്കേഴ്സും ഹരിത വോളണ്ടിയർമാരും
അതുപോലെ തന്നെ പ്രൊമോട്ടർമാർ, പഞ്ചായത്ത് മെമ്പർമാർ, അതുപോലെ തന്നെ പിന്നെ പാടശേഖര സമിതികൾ, കുരുമുളക് സമിതി, അങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ, ക്ലബ്ബ്, വായനശാല ഭാരവാഹികൾ, അവരൊക്കെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. വർക്കിംഗ് ഗ്രൂപ്പ്, ആസൂത്രണ സമിതി, അതുപോലെ തന്നെ ഗ്രാമസഭ, കുടുംബശ്രീ തന്നെ ഒരു പഞ്ചായത്ത് മാത്രം ഞാൻ പറയാം, 450ഓളം കുടുംബശ്രീ ഉണ്ട്. അതിൽ എത്ര ആയിരക്കണക്കിന് ആളുകൾ അംഗമാണ്. ഒരു ഇൻഫർമേഷൻ കൊടുത്താൽ ഒരു കുടുംബത്തിലേക്ക് എത്താൻ വളരെ വലിയ ചാനലാണ് കുടുംബശ്രീ പ്രസ്ഥാനം. അപ്പോൾ നമ്മൾ എന്ത് ഇൻഫർമേഷൻ നമ്മൾ പഞ്ചായത്തിൽ നടപ്പിലാക്കിയാലും ആ കുടുംബശ്രീൻ്റെ CDS, ADS, പിന്നെ യൂണിറ്റ് കമ്മിറ്റി എത്താൻ വളരെ എളുപ്പമാണ്. അതൊക്കെ ഉപയോഗപ്പെടുത്താം നമുക്ക് അവരിലെത്തിക്കാൻ, വളരെ സുഖമാണ്. അപ്പോൾ സമഗ്ര വികസന പദ്ധതികളാണ് മനസ്സിലുള്ളത്. ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ഓരോന്നോരോന്നായിട്ട്. ഒന്നും നാളേക്ക് വെക്കുന്നില്ല. പരമാവധി എത്രമാത്രം സ്പീഡിൽ ഫസ്റ്റ് വർഷം തന്നെ അല്ലെങ്കിൽ സെക്കൻഡ് വർഷം തന്നെ അത് നടപ്പിലാക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ശ്രീമതി ഉഷ വിജയൻ്റെ മനസ്സിൽ ധാരാളം പദ്ധതികളുണ്ട്, സ്വപ്നങ്ങളുണ്ട്. അതൊന്നും നാളേക്ക് മാറ്റിവെക്കില്ല. തുടങ്ങിയെത്തിട്ടേ ഉള്ളൂ. MLA ആയി ആദ്യ ഊഴമാണ്. മുൻ പരിചയമുണ്ട്, ജില്ലാ പഞ്ചായത്തിലും മറ്റും ഇരുന്നുള്ള പരിചയമുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് UDF സർക്കാർ കൂടിയാണ് ഫണ്ട് വിനിയോഗിച്ച് എല്ലാം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസം കൂടി മാനന്തവാടി MLA പങ്കുവയ്ക്കുകയാണ്. നമുക്ക് കാത്തിരിക്കാം. ജനങ്ങൾ എന്താണ്, ജനങ്ങളുടെ മനസ്സറിഞ്ഞ ഒരു MLA ആണ്. ഏതായാലും ഇനി 5 വർഷം കഴിയുമ്പോൾ അടുത്ത ഊഴം ജനങ്ങൾ നൽകണമെങ്കിൽ ഇതെല്ലാം പൂർത്തീകരിക്കണം. ജനങ്ങളുടെ മനസ്സറിയുന്ന MLA വാഗ്ദാനങ്ങൾ മാത്രമല്ല, വാക്ക് പാലിക്കുമെന്നുള്ള നേതൃത്വത്തിൻ്റെ ഒരു ഉറപ്പ് കൂടിയുണ്ട്. അതെല്ലാം പാലിച്ച് MLA-മാർ മുന്നോട്ട് പോകുമെന്ന് പറയുകയാണ് ശ്രീമതി ഉഷ വിജയൻ. നമുക്ക് ആശംസിക്കാം. എല്ലാ ആശംസകളും. മാനന്തവാടി സൂപ്പറാവട്ടെ, ഒരു നല്ല MLA ആയി മുന്നേറട്ടെ എന്ന് ആശംസിക്കാം. MLA.com സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.